ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വർക്കല ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല. വർക്കല ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി. ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ ഫാരഡേ. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്? എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അഡ്രിനാലിൻ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ്. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണന അന്ധത. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര് സമ്പർക്ക പ്രക്രിയ. മസ്കറ്റ് ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ്? മസ്കറ്റ് ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ്? മാതളം. ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? യുറേനിയം. യൂക്കാലിപ്സിൻ്റെ മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി. യൂക്കാലിപ്സ് മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ചു ജീവിക്കുന്ന ജീവി കോല. 1993 സമാധാന നോബൽ സമ്മാനം നേടിയത്? 1993 സമാധാന നോബൽ സമ്മാനം നേടിയത് നെൽസൺ മണ്ടേല, FWD ക്ലാർക്ക്. കേരളം ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ കോർപ്പറേഷൻ ആസ്ഥാനം. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരം. സ്വർണത്തിൻ്റെ അണുസംഖ്യ എത്ര? സ്വർണത്തിൻ്റെ അണുസംഖ്യ എത്ര? 79. കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം. കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാട്. ചെമ്മീൻ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല. ചെമ്മീൻ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലം. നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ടൂർഫെഡിൻ്റെ ആസ്ഥാനം. ടൂർഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഏതു യുദ്ധത്തിൻ്റെ ഫലമായാണ് ചൈനീസ് പ്രവിശ്യയായ ഹോങ്കോങ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായത്? ഏതു യുദ്ധത്തിൻ്റെ ഫലമായാണ് ചൈനീസ് പ്രവിശ്യയായ ഹോങ്കോങ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായത്? കറുപ്പ് യുദ്ധം. കേരള പോലീസിൻ്റെ ആസ്ഥാനം. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് 10 ഡൗണിംഗ് സ്ട്രീറ്റ്. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഡിസ്റ്റിലേഷൻ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. ജിമ്മി ജോർജ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല.
ജിമ്മി ജോർജ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. എന്തിൻ്റെ സാന്നിധ്യമാണ് സ്റ്റാർച്ച് ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്? എന്തിൻ്റെ സാന്നിധ്യമാണ് സ്റ്റാർച്ച് ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്? അയഡിൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തിൻ്റെ പ്രവർത്തന തത്വമാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തിൻ്റെ പ്രവർത്തന തത്വമാണ്? ഇലക്ട്രിക് മോട്ടോർ. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഹരിയാന. ആരുടെ ജന്മദിനമാണ് തത്വചിന്തക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് തത്വചിന്തക ദിനമായി ആചരിക്കുന്നത്? ആദിശങ്കരൻ. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏത്? പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏത്? മീഥേൻ. സസ്യങ്ങൾ രാത്രിയിൽ പുറത്തുവിടുന്ന വാതകം ഏത്? സസ്യങ്ങൾ രാത്രിയിൽ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. വൈദ്യുത ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം. വൈദ്യുത ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്ത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ രാജ്യാന്തര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ രാജ്യാന്തര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഭാവിയിൽ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും എന്ന് പറഞ്ഞ INC സമ്മേളനം. ഭാവിയിൽ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും എന്ന് പറഞ്ഞ INC സമ്മേളനം. 1927 മദ്രാസ്. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത്? അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത്? ശിവസ്വാമി അയ്യർ. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി. ചൈൽഡ് ലൈൻ. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുവാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുവാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി. ചിരി. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹമേത്? രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹമേത്? ഇരുമ്പ്. ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിൽ കുറഞ്ഞു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏത്? ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിൽ കുറഞ്ഞു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് മെലിറ്റസ്. ടെക്സ്ഫെഡിൻ്റെ ആസ്ഥാനം. ടെക്സ്ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? റൂസോ. ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം.
മുൻ രാഷ്ട്രത്തലവന്മാർ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കാറുകളെ ഉൾപ്പെടുത്തി ഔദ്യോഗിക കാറുകളുടെ അന്താരാഷ്ട്ര മ്യൂസിയം തുറന്നത് ഏത് രാജ്യത്താണ്? മുൻ രാഷ്ട്രത്തലവന്മാർ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കാറുകളെ ഉൾപ്പെടുത്തി ഔദ്യോഗിക കാറുകളുടെ അന്താരാഷ്ട്ര മ്യൂസിയം തുറന്നത് ഏതു രാജ്യത്താണ്? ഫ്രാൻസ്. നിയമപ്രകാരം രജിസ്ട്രേഷൻ പ്ലേറ്റ് വെക്കേണ്ടതില്ലാത്ത ബ്രിട്ടനിലെ ഔദ്യോഗിക വാഹനം ആരുടേതാണ്? നിയമപ്രകാരം രജിസ്ട്രേഷൻ പ്ലേറ്റ് വെക്കേണ്ടതില്ലാത്ത ബ്രിട്ടനിലെ ഔദ്യോഗിക വാഹനം ആരുടേതാണ്? രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. അമേരിക്കയുടെ ഏത് മുൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കാറാണ് സൺഷൈൻ സ്പെഷ്യൽ എന്ന പേരിൽ പ്രസിദ്ധം? അമേരിക്കയുടെ ഏത് മുൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കാറാണ് സൺഷൈൻ സ്പെഷ്യൽ എന്ന പേരിൽ പ്രസിദ്ധം? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഇന്ത്യൻ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ സഞ്ചരിക്കുന്ന വിമാനം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എങ്ങനെ? ഇന്ത്യൻ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ സഞ്ചരിക്കുന്ന വിമാനം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എങ്ങനെ? എയർ ഇന്ത്യ 1. ഏതു രാജ്യത്തെ പ്രധാനമന്ത്രി, രാജകുടുംബാംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക യാത്രാവിമാനമാണ് സെയ്ഫു സൈനിയോക്കി? ഏതു രാജ്യത്തെ പ്രധാനമന്ത്രി, രാജകുടുംബാംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക യാത്രാവിമാനമാണ് സെയ്ഫു സൈനിയോക്കി? ജപ്പാൻ. പർദാന 1 ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക യാത്രാവിമാനമാണ്? പർദാന 1 ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക യാത്രാവിമാനമാണ്? മലേഷ്യ. ഏതു രാജ്യത്തെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാവിമാനമാണ് ഈഗിൾ 1? ഏതു രാജ്യത്തെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാവിമാനമാണ് ഈഗിൾ 1? നൈജീരിയ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാവിമാനം ഏത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാവിമാനം ഏത്? എയർഫോഴ്സ് 1. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അറിയപ്പെടുന്നത് ആര്? ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അറിയപ്പെടുന്നത് ആര്? റോബർട്ട് വാൾപോൾ, ബ്രിട്ടനിലെ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം തിരുവനന്തപുരം.